ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്യജീവി സങ്കേതങ്ങളെയും ദേശീയ ഉദ്യാനങ്ങളെയും അതുപോലെ പക്ഷി സങ്കേതങ്ങളെയും കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇത് മൂന്നും നമ്മൾ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയാനുള്ളത്. ഇതിൽ ആദ്യം തന്നെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്ന്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇതിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം, പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂര്, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ഇതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ്. ഇത് ഓപ്ഷൻ 1, 2, 2, 3, 1, 2, 3, 1, 3 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ്? അത് മലപ്പുറത്താണോ? അല്ല, മലപ്പുറത്തല്ല. പീച്ചി വാഴാനി തൃശ്ശൂരാണ്, നെയ്യാറ് തിരുവനന്തപുരത്താണ്. ഇത് പറമ്പിക്കുളം പാലക്കാട് ആ ബോർഡറിലാണ് ഇത് വരുന്നത്, പറമ്പിക്കുളം. ഓക്കെ, ഇനി അപ്പൊ പീച്ചി വാഴാനി നെയ്യാറ് 2ഉം 3ഉമാണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 2ഉം 3ഉം. അടുത്തത്, പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കോട്ടയം. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ. മറ്റൊന്ന്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്ന്, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഒന്ന്, വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. 3, ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന. നമുക്ക് ഓപ്ഷൻ 1, 3, 2, 3, 1, 2, 1, 4 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. നോക്കാം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണോ? അല്ല, അത് തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാറിലാണോ? അല്ല, പറമ്പിക്കുളത്താണ്. അതും തെറ്റാണ്. തെന്മല ഇക്കോ ടൂറിസം ചെന്തുരുണി ശരിയാണ്. അപ്പൊ 1ഉം 3ഉം തെറ്റ് എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 1ഉം 3ഉമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ഭാഗത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാലും പെരിയാറാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, ഏറ്റവും ആദ്യത്തെ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇനി പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കകാലത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കൃത്യമായി പഠിച്ചു തന്നെ പോവുക. ഇവിടെ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. മറ്റൊന്നും ഇതിൽ നിന്ന് ചോദിക്കില്ല. ഓക്കെ, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി പെരിയാർ വന്യജീവി സങ്കേതമാണ്. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിക്കുന്നത്. ആ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയാണ് പിന്നീട് പെരിയാറായി മാറുന്നത്. അപ്പോൾ അത് സ്ഥാപിക്കുന്നത് 1934. 1934 ആരാണ്? തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി 1934 ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത്. ഇനി നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യത്തെ വാർഡൻ ചോദിച്ചാൽ SCH റോബിൻസൺ ആണ്. SCH റോബിൻസൺ ആദ്യത്തെ വാർഡനാണ്. അതായത് 1934 സ്ഥാപിച്ചപ്പോഴുള്ള നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യത്തെ വാർഡൻ ചോദിച്ചാൽ SCH റോബിൻസൺ. SCH റോബിൻസൺ. മറ്റൊന്ന്, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. അപ്പൊ തേക്കടി വന്യജീവി സങ്കേതം എന്നും നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നും പെരിയാർ വന്യജീവി സങ്കേതം എന്നും 3 പേരുകളാണ് ഇതിനുള്ളത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടു. പിന്നീട് പെരിയാർ വന്യജീവി സങ്കേതമായി അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇനി പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ അത് പീരുമേട് താലൂക്കാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു? പീരുമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല എവിടെയാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോക ബാങ്കിന്റെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ്സ് പ്രൊജക്ട് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പൊ ലോക ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ്
ഇംപ്രൂവ്മെന്റ്സ് പ്രൊജക്ട് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് മനസ്സിലാക്കുക. ഇനി എപ്പോഴാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്? 1950. നമുക്ക് ഇന്ത്യ റിപ്പബ്ലിക് ആയ സമയത്താണ് ഇതിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. 1950 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 ടൈഗർ റിസർവ്, ഈ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് ഇത് പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ്. ഈ പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് 78. 50 വന്യജീവി സങ്കേതം, 78 ടൈഗർ റിസർവ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1982. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ എന്ത് ചെയ്തു? ദേശീയോദ്യാനമായി 1982 പ്രഖ്യാപിച്ചു. അതുപോലെ 1992 പ്രൊജക്ട് എലിഫന്റ് നടപ്പാക്കിയപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം എന്ത് ചെയ്തു? പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിലേക്ക് വന്നു. പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിലേക്ക് പെരിയാർ വന്യജീവി സങ്കേതം വന്നത് 1992. ഇനി പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. പെരിയാർ കടുവ സങ്കേതം ഇടുക്കി ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ. അതുപോലെ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്, ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കും. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതവുമാണ് പെരിയാർ എന്ന് ചോദിച്ചാൽ അല്ല, കേരളത്തിലെ മാത്രമാണ് ആദ്യത്തെ ടൈഗർ റിസർവ്. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ 10ാമത്തെ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവ്, കേരളത്തിലെ 1ാമത്തത്. അത് കൺഫ്യൂഷൻ അടിക്കരുത്. ഓക്കെ. ഇനി പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഇത് ഈ പെരിയാർ വന്യജീവി സങ്കേതം നമുക്ക് പറയാം. ഇടുക്കി പെരിയാർ കടുവ സംരക്ഷണം ചെയ്യുന്നത് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ആ ഒരു ഏരിയ ബോർഡറുകളിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം എവിടെയാണ്? തമിഴ്നാട് അതിർത്തിയിലാണ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലായിട്ടാണ് ഏത് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ണകിയാണ്. കണ്ണകിയാണ് മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലാണ് ഇത്തരത്തിൽ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു പ്രത്യേകതയാണ് മംഗളാദേവി ക്ഷേത്രത്തിനുള്ളത്. ചിത്ര പൗർണമി ഉത്സവത്തിന് മാത്രമാണ് മംഗളാദേവി ക്ഷേത്രം തുറക്കുന്നത്. അതായത് ചിത്ര പൗർണമി ഉത്സവത്തിന് മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ചിത്ര പൗർണമി ഉത്സവത്തിന് മാത്രമാണ് തുറക്കുന്നത്. ഇനി പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം ചോദിച്ചാൽ 925 ചതുരശ്ര കിലോമീറ്റർ ആണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെത് 925 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. 2018 രാജ്യത്ത് ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തെരഞ്ഞെടുക്കപ്പെട്ടത് 2 കടുവാ സങ്കേതങ്ങളാണ്. 2018 രാജ്യത്ത് ഏറ്റവും മികച്ച കടുവാ സങ്കേതമായിട്ട് 2 കടുവാ സങ്കേതങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. അതിലൊന്ന് പെരിയാർ ടൈഗർ റിസർവും മറ്റൊന്ന് പഞ്ച് ടൈഗർ റിസർവുമാണ്. പഞ്ച് ടൈഗർ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലാണ് പഞ്ച് ടൈഗർ റിസർവ് വരുന്നത്. പെരിയാർ കേരളത്തിലുമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചതും കേരളത്തിനാണ്. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചിരിക്കുന്നത് കേരളത്തിനാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അപ്പോൾ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഈ ഒരു ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. എപ്പോഴാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്? 1984. 1984 ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ നാമങ്ങൾ ചോദിക്കുമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ അത് കണ്ടു കാണുന്നില്ല. ചിലപ്പോൾ 1-2 ചോദ്യങ്ങളിലേക്കായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാലും പഠിച്ചു വെച്ചേക്കുക.
ഇനി ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് അറിയാമോ? അത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. അതായത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇനി ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ചെന്തുരുണി. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ചെന്തുരുണി. 2012 ഇത്തരത്തിലൊരു തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത്. അത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണെന്ന് മനസ്സിലാക്കുക. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 171 ചതുരശ്ര കിലോമീറ്റർ ആണ്. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം ചോദിച്ചാൽ 171 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുക. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 1958 എന്ന് മനസ്സിലാക്കുക. നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ. 128 ചതുരശ്ര കിലോമീറ്റർ. 1958 നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് അഗസ്ത്യാർ ക്രോക്കഡൈൽ റിഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രോക്കഡൈൽ റിഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്നത് നെയ്യാർ വന്യജീവി സങ്കേതമാണെന്ന് ഓർക്കുക. ഇനി 2022 കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകാരം റദ്ദാക്കിയ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ സിംഹ സഫാരി പാർക്ക് അത് നെയ്യാർ ലയൺ സഫാരി പാർക്കാണ്. അതായത് 2022 കേന്ദ്ര മൃഗശാല അതോറിറ്റി എന്ത് ചെയ്തു? അംഗീകാരം റദ്ദാക്കിയ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ സിംഹ സഫാരി പാർക്ക് അത് നെയ്യാർ ലയൺ സഫാരി പാർക്കാണ്. ഈ നെയ്യാർ സഫാരി പാർക്ക് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ്. നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിൽ. നെയ്യാർ സഫാരി പാർക്ക് ആരംഭിച്ചത് 1984 നെയ്യാർ ലയൺ സഫാരി പാർക്ക് 1984 ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺ സഫാരിയും ഏഷ്യയിലെ രണ്ടാമത്തേതുമായിരുന്നു ഈ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ രണ്ടാമത്തേതും ലയൺ സഫാരി പാർക്കായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായിരുന്നു നെയ്യാറിലെ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കാണ് നെയ്യാറിലെ എന്ന് മനസ്സിലാക്കുക. ഇനി ഏതു പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്? നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ്. നെഹ്റു സുവോളജിക്കൽ പാർക്ക് അതായത് ഹൈദരാബാദിലാണ് ഇത്തരത്തിൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറും പേപ്പാറയും ചെന്തുരുണി. പേപ്പാറ തിരുവനന്തപുരത്താണ്, നെയ്യാറും തിരുവനന്തപുരത്താണ്, ചെന്തുരുണി കൊല്ലം. അതായത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറും പേപ്പാറയും ചെന്തുരുണിയും. മറ്റൊന്ന്, നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം ഏതാണ്? അത് കുറിഞ്ഞിമലയാണ്. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം രൂപീകൃതമായ വന്യജീവി സങ്കേതം ചോദിച്ചാൽ കുറിഞ്ഞിമല. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്നത് കുറിഞ്ഞിമല. ഏത് വർഷം? 2006 കുറിഞ്ഞിമല വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവന്ന ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല. കുറിഞ്ഞിമല സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. കുറിഞ്ഞിമല സാങ്ച്വറി ഇടുക്കി ജില്ലയിലാണ്. 2006 നിലവിൽ വന്നത്. ഇനി കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ്. ഇനി 2023 സംരക്ഷിത സസ്യമായി കേന്ദ്ര വനംവകുപ്പ് പ്രഖ്യാപിച്ച സസ്യം കൂടിയാണ് നീലക്കുറിഞ്ഞി. 2023 സംരക്ഷിത സസ്യമായിട്ട് കേന്ദ്ര വനംവകുപ്പ് എന്ത് ചെയ്തു? നീലക്കുറിഞ്ഞിയെ പ്രഖ്യാപിച്ചു എന്നുകൂടി മനസ്സിലാക്കുക. ഇനി പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഏത്? ചിന്നാർ എന്ന് പറയുന്നത്. ചിന്നാർ.
രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം. ഇനി എപ്പോഴാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ചോദിച്ചാൽ 1984 1984 ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. അതുപോലെ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ എന്ന് പറയുന്നത്. ചാമ്പൽ മലയണ്ണാനും കാണപ്പെടുന്നുണ്ട്, നക്ഷത്ര ആമയും. ഒരുപാട് തവണ പരീക്ഷകളിൽ ആവർത്തിച്ച ഒരു ചോദ്യമാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും അതുപോലെ തന്നെ മഴനിഴൽ പ്രദേശവുമായ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ ചിന്നാറാണ്. ഓക്കെ, ഇനി ചിന്നാറിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാറ് പാമ്പാർ അങ്ങ് പഠിച്ചു വെച്ചുക. ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവാണ് ആനമലൈ. ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് ചോദിച്ചാൽ അത് ആനമലയാണ്. ഇനി കാട്ടുപോത്തുകളുടെ അല്ല, വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ് ചിന്നാർ വന്യജീവി സങ്കേതം. വെള്ളക്കാട്ടുപോത്തുകൾ, നക്ഷത്രാമ, ചാമ്പൽ മലയണ്ണാൻ, വെള്ളക്കാട്ടുപോത്തുകൾ, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്നതും ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ചിന്നാറാണ്. വെള്ളക്കാട്ടുപോത്തുകൾ, മഗ്ഗർ മുതലകൾ, നക്ഷത്ര ആമ, അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാൻ എന്നിവ കാണുന്നത് ചിന്നാറിലാണ്. മഴനിഴൽ പ്രദേശം കൂടിയാണ് ചിന്നാർ. ഇനി കേരളത്തിലെ 18ാമത്തെയും ഏറ്റവും അവസാനം നിലവിൽ വന്നതുമായ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതവും ഏറ്റവും അവസാനം രൂപീകൃതവുമായ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. നിലവിൽ വന്ന ജില്ല മലപ്പുറം ജില്ലയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. 2020 നിലവിൽ വന്നിരിക്കുന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതം 2020 നിലവിൽ വന്നു. ഏറ്റവും അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം. വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ. 227.97 ചതുരശ്ര കിലോമീറ്റർ ആണ്. കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവഹിക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുറുത്തി ദേശീയോദ്യാനം. അതായത് കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവഹിക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം അത് മുക്കുറുത്തി ദേശീയോദ്യാനമാണ്. ഇനി കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകളാണ് അമരമ്പലവും വടക്കേക്കോട്ടയും. ന്യൂ അമരമ്പലം എന്ന് കരിമ്പുഴ അറിയപ്പെടുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. അമരമ്പലവും വടക്കേക്കോട്ടയും കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകളാണ്. ഇനി കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം തവളയാണ് പന്നിമൂക്കൻ തവള. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം തവള പന്നിമൂക്കൻ തവള. മറ്റൊന്ന് മുക്കുറുത്തി ദേശീയോദ്യാനം, സൈലന്റ് വാലി എന്നിവ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നത് ഒരു സൈഡിൽ മുക്കുറുത്തി ദേശീയോദ്യാനവും മറു സൈഡിൽ സൈലന്റ് വാലിയുമാണ് എന്ന് ഓർക്കുക. ഇനി ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ അത് കുറുമാലിപ്പുഴയാണ്. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പാമ്പാർ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ബാവലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം ബാവലിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ചീങ്കണ്ണിപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഹണിബി ഫ്ലോറ പാർക്ക് മാവേലിക്കരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹണിബി ഫ്ലോറ പാർക്ക് മാവേലിക്കരയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഈ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്നും ബേഗൂർ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്നും ബേഗൂർ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയാണ്. ഏതാണ്? സുൽത്താൻ ബത്തേരി. ഇനി മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം സംരക്ഷിക്കപ്പെടുന്ന മൃഗം അത് ആനയാണ്. മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നു. മറ്റൊന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം അതാണ് വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. വയനാട് വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റ് കീഴിലായത് 1992 1992 പ്രൊജക്ട് എലിഫന്റ് കീഴിലായി. നാഗർഹോള, ബന്ദിപ്പൂർ,
മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട്. നാഗർഹോള, ബന്ദിപ്പൂർ, മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട്. ഇനി പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലാണ്. പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലാണ്. 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. 1973 കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവും ഇന്ത്യയിലെ 38ാമത്തതുമാണ്. കേരളത്തിലെ രണ്ടാമത്തതും ഇന്ത്യയിലെ 38ാമതുമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് മുതലമട. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവാണ്. എവിടെയാണ്? തൂണക്കടവ്. കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടം ഇല്ലാത്ത ഏക സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടം ഇല്ലാത്ത ഏക സംരക്ഷണ കേന്ദ്രം. തമിഴ്നാട്ടിലൂടെ മാത്രമേ ഈ ഒരു പറമ്പിക്കുളത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അപ്പൊ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് പറമ്പിക്കുളമാണ്. ഏതാണ്? പറമ്പിക്കുളം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും പറമ്പിക്കുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളത്താണ്, മനസ്സിലാക്കുക. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം കൂടിയാണ് ആറളം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം. അതുപോലെ കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ് എന്ന് ഓർക്കുക. അതുപോലെ കേരളത്തിലെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ചക്കിട്ടപ്പാറ, കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയിലാണ് കേരളത്തിലെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ ചിന്നക്കനാൽ ഭാഗത്താണ്. അതായത് മൂന്നാറിലെ ആനയിറങ്ങൽ ചിന്നക്കനാൽ ഏരിയയിലാണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത്. അതുപോലെ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം, തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരത്താണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി തൃശ്ശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി. തൃശ്ശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പീച്ചി വാഴാനിയാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇനി റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയമാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. 2007 നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. 2007 നിലവിൽ വന്നു. ഇനി നമുക്ക് കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങളും അവ നിലവിൽ വന്ന വർഷവും ഏത് ജില്ലയിലാണെന്ന് നോക്കാം. നെയ്യാർ 1958 നെയ്യാർ തിരുവനന്തപുരത്ത് സ്ഥാപിതമായി. തിരുവനന്തപുരം ജില്ലയിലാണ്. പേപ്പാറ 1983 തിരുവനന്തപുരത്താണ്. ചെന്തുരണി 1984 കൊല്ലം. പെരിയാർ 1950 ഇടുക്കി. ചിന്നാർ 1984 ഇടുക്കി. ഇടുക്കി 1976 ഇടുക്കി. കുറിഞ്ഞിമല 2006 ഇടുക്കി. അതായത് 1, 2, 3, 4 എണ്ണം എന്താണ്? ഇടുക്കിയിലാണ്. പെരിയാറ്, ചിന്നാറ്, ഇടുക്കി, കുറിഞ്ഞിമല. ഇവിടെ ഇടുക്കി. നെയ്യാറും പേപ്പാറയും തിരുവനന്തപുരം. ചെന്തുരുണി കൊല്ലം. തട്ടേക്കാട് 1983 എറണാകുളം. മംഗളവനം 2004 എറണാകുളം. അതായത് മംഗളവനവും തട്ടേക്കാടും എറണാകുളത്താണ് എന്ന് മനസ്സിലാക്കുക. ചിമ്മിനി 1984 തൃശൂർ. പീച്ചി വാഴാനി 1958 തൃശൂർ. അതായത് ചിമ്മിനിയും പീച്ചി വാഴാനിയും തൃശ്ശൂർ. പിന്നെ പറമ്പിക്കുളം 1973 പാലക്കാട്. ചൂലന്നൂർ 2007 പാലക്കാട്. അപ്പൊ പറമ്പിക്കുളവും ചൂലന്നൂരും പാലക്കാട്. മലബാർ വന്യജീവി സങ്കേതം വ്യക്തമായി പഠിക്കുക. 2010 മലബാർ വന്യജീവി സങ്കേതം വരുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് ഇത് നിലവിൽ. കോഴിക്കോട് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതം. വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ 1973 വയനാട്. 1984 ആറളം വന്യജീവി സങ്കേതം, അത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ 2011 വന്ന കൊട്ടിയൂർ 17ാമത്തെ വന്യജീവി സങ്കേതമായ കൊട്ടിയൂർ വന്യജീവി സങ്കേതവും കണ്ണൂരിലാണ്. അതുപോലെ 2020 വന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് നിലവിൽ വന്ന വർഷങ്ങളും സ്ഥലങ്ങളും ഏതാണ് വന്യജീവി സങ്കേതങ്ങളെന്നും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ്. പക്ഷി സങ്കേതങ്ങൾ കേരളത്തിലെ
പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തട്ടേക്കാട്, ചൂലന്നൂർ, മംഗളവനം, ചിന്നാർ. ഏതാണ്? ചിന്നാറാണ് ഉൾപ്പെടാത്തത്. അടുത്തത് പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി. പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം? പെരിയാറ്, തട്ടേക്കാട്, ഇരവികുളം, പേപ്പാറ. ഉത്തരം തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ അത് കോതമംഗലമാണ്. കോതമംഗലം. മറ്റൊന്ന്, പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 1983 തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വരുന്നത്. 1983 തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നു. KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ എന്നത് KK നീലകണ്ഠന്റെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. കേരളത്തിൽ ഏറ്റവും ആദ്യം വന്നതും ഏറ്റവും വലിയതുമായ പക്ഷി സങ്കേതം തട്ടേക്കാടാണ് എന്ന് മനസ്സിലാക്കുക. ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ 12. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ഇനി കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം തട്ടേക്കാടാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും എവിടെയാണ്? അത് മംഗളവനമാണ്. മംഗളവനം പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? എറണാകുളം ജില്ലയിൽ. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം അത് മംഗളവനമാണ് എന്ന് മനസ്സിലാക്കുക. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം അത് മംഗളവനമാണ്. കേരള ഹൈക്കോടതിയുടെ കെട്ടിട സമുച്ചയത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതവും മംഗളവനമാണ്. കേരളത്തിലെ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് മംഗളവനം. വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതം മംഗളവനമാണ് എന്ന് മനസ്സിലാക്കുക. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് മംഗളവനം. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം മംഗളവനമാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് പാതിരാ കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകമാണ്. പാതിരാ കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പക്ഷി സങ്കേതമാണ് കുമരകം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും കുമരകമാണ്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും കുമരകമാണ് എന്ന് മനസ്സിലാക്കുക. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയത്താണ്. കോട്ടയമാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത്. ഇനി കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കറാണ്. ജോർജ് ആൽഫ്രഡ് ബേക്കറാണ് കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത്. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി അത് കവനാർ നദിയാണ്. കവനാർ. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകമാണ്. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം എന്ന് പറയുന്നത്. ഇതാണ് കുമരകം. ഓക്കെ, കുമരകം. അടുത്തത് കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് പാതിരാമണൽ. കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറുദ്വീപ് ചോദിച്ചാൽ അത് പാതിരാമണലാണ്. പാതിരാമണൽ. ഇനി ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നാണ് കടലുണ്ടി പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്. കടലുണ്ടി അള എന്ന് കേൾക്കുമ്പോൾ കടലുണ്ടിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷി സങ്കേതമാണ് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം. നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം. ഇനി പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരി മലനിരകളിലാണ്, വയനാട്ടിലാണ് എന്ന് മനസ്സിലാക്കുക. മയിലുകളുടെ സംരക്ഷണത്തായി ഉള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ചൂലന്നൂർ പാലക്കാടാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. മയിലുകളുടെ സംരക്ഷണത്തിന്.
കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്നതും ചൂലന്നൂരാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂർ. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം ചൂലന്നൂരാണ്. കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂരാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ മയിലിന്റെ പ്രധാന ആവാസ കേന്ദ്രമാണ് ചൂലന്നൂർ. കേരളത്തിലെ മയിലിന്റെ പ്രധാന ആവാസ കേന്ദ്രം അത് ചൂലന്നൂരാണ് എന്ന് മനസ്സിലാക്കുക. ഇനി പക്ഷി സങ്കേതങ്ങളും ജില്ലകളുമാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ല. ചൂലന്നൂര് പാലക്കാടാണ്. ചൂലന്നൂര് പാലക്കാട്. മംഗളവനം എറണാകുളത്താണ്. മംഗളവനം എറണാകുളം. കടലുണ്ടി മലപ്പുറം. കടലുണ്ടി മലപ്പുറം. അരിപ്പ തിരുവനന്തപുരം. അരിപ്പ തിരുവനന്തപുരം. തട്ടേക്കാട് എറണാകുളം. തട്ടേക്കാട് എറണാകുളം. അതായത് തട്ടേക്കാടും മംഗളവനവും എറണാകുളം, അരിപ്പ തിരുവനന്തപുരം, കടലുണ്ടി മലപ്പുറം, ചൂലന്നൂർ പാലക്കാട്, കുമരകം കോട്ടയം എന്നിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ദേശീയോദ്യാനങ്ങളാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി. ഇപ്പൊ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഇത് സ്ഥിതി ചെയ്ത ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം സൈലന്റ് വാലി, ഏറ്റവും ചെറിയത് പാമ്പാടും ചോല, ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 1978ആണ്. ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് 1978ലാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ദേവികുളം താലൂക്കാണ്. ഇരവികുളം ദേശീയോദ്യാനം ഏത് താലൂക്കിലാണ്? ഈ ദേവികുളം താലൂക്കിലാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്കു ഭാഗത്താണ് എന്ത്? ആനമുടി എന്ന് പറയുന്നത്. ആനമുടി. ഇനി ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. ലക്കം വെള്ളച്ചാട്ടം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ രാജമല വിനോദസഞ്ചാര കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളമാണ് എന്ന് മനസ്സിലാക്കുക. രാജമല. ഇനി മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975ലാണ്. 1975 ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 78ലാണ്. 1975 വന്യജീവി സങ്കേതം, 1978 ദേശീയോദ്യാനം. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമാക്കിയത് 1978ലാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നത്. വരയാടിന്റെ ശാസ്ത്രീയ നാമം എവിടെയാണ്? ഇരവികുളത്താണ് വരയാട് കണ്ടുവരുന്നത്. ഇവിടുത്തെ വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. ഇനി ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു മൃഗം ചോദിച്ചാൽ അത് വരയാടാണ്. വരയാട്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? അത് വരയാടാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് വരയാട് എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഫെർണേറിയം നിലവിൽ വരുന്നത് ഇരവികുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഫെർണേറിയം നിലവിൽ വരുന്നത് ഇരവികുളത്താണ് എന്ന് മനസ്സിലാക്കുക. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടുള്ള ദേശീയോദ്യാനമാണ് ഇരവികുളം. അടുത്തത് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏതു ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. നിശബ്ദ താഴ്വര എന്നാണ് സൈലന്റ് വാലി അറിയപ്പെടുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. സൈരന്ത്രി വനം എന്നാണ് പുരാണങ്ങളിൽ എന്താണ് നമ്മുടെ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്നത്. സൈരന്ത്രി വനം എന്നറിയപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ചോദിച്ചാൽ സിംഹവാലൻ കുരങ്ങ്. ഇനി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതാരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. ഏത് വർഷം? 1984. 1984ലാണ് സൈലന്റ് വാലിയെ സൈലന്റ് വാലി വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ആര്? ഇന്ദിരാഗാന്ധി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാൽ സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം നിത്യഹരിത വനം
ഏക കന്യാവനം സൈലന്റ് വാലി, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. ഓർത്തു വെക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സൈലന്റ് വാലി, കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി, കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലി, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. ഈ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ മണ്ണാർക്കാട് താലൂക്കിലാണ് പാലക്കാട് ജില്ലയിൽ. ഇനി ഇടുക്കി ജില്ലക്ക് പുറത്തുള്ള കേരളത്തിലെ ഒരേ ഒരു ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലക്ക് പുറത്തുള്ള കേരളത്തിലെ ഒരേ ഒരു ദേശീയോദ്യാനം സൈലന്റ് വാലിയാണെന്ന് മനസ്സിലാക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7. 1985 സെപ്റ്റംബർ 7. 84 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ആര്? ഇന്ദിരാഗാന്ധി. തുടർന്ന് എന്താണ്? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം രാജീവ് ഗാന്ധി അധികാരത്തിലെത്തിയപ്പോഴാണ് 1985 സെപ്റ്റംബർ 7 നമ്മുടെ സൈലന്റ് വാലിയുടെ ഉദ്ഘാടനം നടക്കുന്നത്. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് 1914 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. 2007 സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചു. 2007 ബഫർ സോണായി പ്രഖ്യാപിച്ചു. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. ഇനി വംശനാശ ഭീഷണി ഇരുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം അത് സൈലന്റ് വാലിയാണ്. എന്തുകൊണ്ടാണ് സൈലന്റ് വാലിയിൽ മാത്രം ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം? അത് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. ഈ വെടിപ്ലാവുകളുടെ സാന്നിധ്യം കാരണമാണ് സൈലന്റ് വാലിയിൽ മാത്രം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. ഇനി വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് കുല്ലിനിയ എക്സാറിലാറ്റ. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം കുല്ലിനിയ എക്സാറിലാറ്റ. ഇനി എന്താണ് സൈലന്റ് വാലി എന്ന പേരിന് കാരണം? ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേരിന്റെ കാരണം. ഈ ഒരു പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ് ആണ്. അടുത്തത്, സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷി അത് ബ്ലാക്ക് ബുൾബുൾ ആണെന്ന് മനസ്സിലാക്കുക. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളറും കറുമ്പറും. ഇരുളറും കുറുമ്പറാണ്. കുറുമ്പർ. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ ഇരുളറും കുറുമ്പറുമാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ ഒരുപാട് സമയത്ത് പറഞ്ഞതാണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയും. ഒഴുകുന്നത് കുന്തിപ്പുഴ, ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്ത തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുക്കുറുത്തി. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്ത തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുക്കുറുത്തിയാണ്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉടുമ്പൻചോലയിലാണ്. അടുത്തത്, 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം അത് മതികെട്ടാൻ ചോലയാണ്. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല എന്ന് പറയുന്നത്. ഇനി മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമലയാണ്. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുഴയും മതികെട്ടാൻ പുഴയും ഞണ്ടാറും. അതായത് മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞണ്ടാർ എന്നിവയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. നിലവിൽ വന്ന വർഷം 2003 നിലവിൽ വരുന്നത്. ഇനി സൈലന്റ് വാലി, അതുപോലെ ബന്ദിപ്പൂർ, അതുപോലെ മുതുമലൈ. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലമാണ് നീലഗിരി. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യ ജൈവമണ്ഡല റിസർവാണ് നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവാണ് നീലഗിരി എന്ന് പറയുന്നത്. 2012 നീലഗിരിയെ ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തി. 2012 നീലഗിരിയെ ലോക പൈതൃക പട്ടികയിൽ എന്ത് ചെയ്തു? യുനെസ്കോ ഉൾപ്പെടുത്തി. നാഗർഹോളെ ദേശീയോദ്യാനം ഇതിന്റെ ഭാഗമാണ്. അതായത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നാഗർഹോളെ ദേശീയോദ്യാനം. വരയാട്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ് എന്നിവയുടെ ആവാസ വസ്തു നീലഗിരിയിൽ കാണപ്പെടുന്നു. നീലഗിരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കേരളം, തമിഴ്നാട്, കർണാടക. നീലഗിരി കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. 1986 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. 1986 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്. മുതുമലൈ വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ ദേശീയോദ്യാനം, നാഗർഹോള ദേശീയോദ്യാനം,
സൈലന്റ് വാലി എന്നിവ നീലഗിരി റിസർവിനുള്ളിലെ സംരക്ഷിത പ്രദേശങ്ങളാണ്. ഒന്നുകൂടെ, മുതുമലൈ വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ ദേശീയോദ്യാനം, നാഗർഹോള ദേശീയോദ്യാനം, സൈലന്റ് വാലി എന്നിവ നീലഗിരി റിസർവിനുള്ളിലെ സംരക്ഷിത പ്രദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതം, പക്ഷി സങ്കേതം, പ്രധാന ജീവികൾ. മുത്തങ്ങയിൽ എന്താണ്? മുത്തങ്ങയിൽ ആനയാണ് പ്രധാന ജീവി വിഭാഗം എന്ന് പറയുന്നത്. പറമ്പിക്കുളത്ത് കടുവയും കാട്ടുപോത്തും ഇവിടെ പറമ്പിക്കുളത്ത് കടുവയും കാട്ടുപോത്തുമാണ്. കാട്ടുപോത്ത്. ചിന്നാറില് ചാമ്പൽ മലയണ്ണാനുണ്ട്, നക്ഷത്ര ആമയുണ്ട്, മഗ്ഗർ മുതലകളുണ്ട്. പിന്നെ ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ, മഗ്ഗർ മുതലകൾ, വെള്ളക്കാട്ടുപോത്ത്. ഇരവികുളത്ത് വരയാട്. മംഗളവനത്ത് കടവാവലുകളും ചില അപൂർവ ചിലന്തികൾ, അതുപോലെ പക്ഷികൾ. കടവാവലുകൾ, ചിലന്തി, പക്ഷികൾ. ചൂലന്നൂര് മയില്. പക്ഷിപാതാളത്തിൽ ചിത്രകൂടൻ പക്ഷികളെ കണ്ടുവരുന്നത് പക്ഷിപാതാളത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ചിത്രകൂടൻ പക്ഷികളെ പക്ഷിപാതാളത്തിലാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ള എന്താണ് വന്യജീവി സങ്കേതങ്ങള്, പിന്നെ പക്ഷി സങ്കേതങ്ങള്, അടുത്തത് ദേശീയോദ്യാനങ്ങൾ. ഇത് മൂന്നും നമുക്ക് LGS, അതുപോലെ 10th പ്രിലിംസ്, ദേവസ്വം ക്ലാസ്സുകൾ, ഡിഗ്രി പ്രിലിംസ് എന്നിവയ്ക്കെല്ലാം ഉപകാരപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും ആദ്യം പറഞ്ഞ 3 എണ്ണത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വന്യജീവി സങ്കേതം, പക്ഷി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ. അപ്പൊ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിനനുസരിച്ച് കൂടുതൽ മികവാർന്ന ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. പിന്നെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. പറഞ്ഞതുപോലെ താങ്ക്